ഞാൻ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത് ബ്രോ. എനിക്ക് കോഡിംഗ് ആയിട്ടുള്ള ഒരു സ്കില്ലും ഇല്ല. പക്ഷെ എനിക്കൊരു 1 CR നേടാനായിട്ട് പറ്റുമോ ബ്രോ? പറ്റും. സോ അതുകൊണ്ട് ആ വീഡിയോ ആഗ്രഹിക്കുന്നവർ മാത്രം ഇത് കണ്ടാൽ ബാക്കിയുള്ളവർ ഇപ്പോഴേ ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത റീല് പോയി കണ്ട് സന്തോഷിക്കൂ. വെറുതെ ഇതിൽ കയറി ചൊറിയാനായിട്ട് വരരുത്. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് പ്രോഡക്റ്റ് മാനേജ്മെന്റ് കോഴ്സ്. പ്രോഡക്റ്റ് മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി, ഫോർ എക്സാമ്പിൾ ഒരു ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ താഴെയായിട്ട് ഒരു കുഞ്ഞു കമ്പനിയുണ്ട്. ക്രോം ഉണ്ടാവും, യൂട്യൂബ് മ്യൂസിക് ഉണ്ടാവും, യൂട്യൂബ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തുള്ള ഗൂഗിൾ ഡ്രൈവ് ഉണ്ടാവും. ഇതേപോലുള്ള കുറേ കുഞ്ഞു കമ്പനീസ് ഉണ്ടാവും. ഈ കുഞ്ഞു കമ്പനീസിൽ കസ്റ്റമർ എന്തൊക്കെ ഇഷ്യൂസ് ആണ് നേരിടുന്നത്, ആ കസ്റ്റമർ നേരിടുന്ന ആ ഇഷ്യൂസിനെ എങ്ങനെ നിങ്ങൾക്ക് ഒരു ബിസിനസ് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി, പ്രോഡക്റ്റ് മാനേജറുടെ ജോലി. ആ ജോലി നേടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കോഴ്സ് എന്ന് പറഞ്ഞത്, ഒന്ന് ഗൂഗിളിന്റെ സർട്ടിഫൈഡ് ഗൂഗിൾ പ്രോഡക്റ്റ് മാനേജ്മെന്റ് കോഴ്സ് ഉണ്ട്. അതേപോലെ അതിന്റെ അടുത്ത ലെവലിലുള്ള ഒരു കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസിന്റെ പ്രോഡക്റ്റ് മാനേജ്മെന്റ് ഒരു സ്പെസിഫിക് എക്സിക്യൂട്ടീവ് ഒരു പ്രോഗ്രാമും ഉണ്ട്. ഈ രണ്ടുമാണ് ഇന്ത്യയിലുള്ള അടിപൊളിയായിട്ടുള്ള കോഴ്സ്. അപ്പൊ ഇത് പഠിച്ചാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ ഒരു കമ്പനിയിലെ അസോസിയേറ്റ് ആയിട്ടൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ചെറിയ സീരീസ് എ, സീരീസ് ബി ഫണ്ടഡ് ആയിട്ടുള്ള ബാംഗ്ലൂർ ബേസ്ഡോ അല്ലാത്തതായിട്ടുള്ള സ്റ്റാർട്ടപ്സിന്റെ ഇതേപോലത്തുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു മാനേജറായിട്ട് നിങ്ങൾക്ക് മെല്ലെ കരിയർ സ്റ്റാർട്ട് ചെയ്യാം. ഈ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 to 4 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ കമ്പനിയിൽ നിന്നും നെക്സ്റ്റ് ഹയർ ഗ്രോത്ത് ഉള്ള സീരീസ് ബിയോ സീരീസ് സി ഫണ്ടഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ്, ഹയർ ഗ്രോത്ത് സ്റ്റാർട്ടപ്പിലേക്ക് നെക്സ്റ്റ് ജമ്പ് ചെയ്യാം. അവിടെ ഒരു സീനിയർ പ്രോഡക്റ്റ് മാനേജറായിട്ട് നിങ്ങൾക്ക് പോവാം. അവിടെ നിന്ന് നിങ്ങൾ ഒരു 3 to 4 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ, ഗൂഗിൾ മുതലായ വലിയ കമ്പനിയുടെ സീനിയർ പ്രോഡക്റ്റ് മാനേജറായിട്ടും നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്ത് പോവാം. ബൈ ദാറ്റ് ടൈം യു വിൽ ബി ഏർണിംഗ് സംവെയർ അറൌണ്ട് 60 lakhs rupees as salary and 40 lakhs as an ESOPs, കമ്പനിയുടെ ഷെയർ. സോ ഇതിനെ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോഴേ നിങ്ങളൊരു പ്രോഡക്റ്റ് മാനേജറായിട്ട് തിങ്ക് ചെയ്യുക. ഇപ്പം നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, കോളേജിലെ പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോജക്റ്റ് എങ്ങനെ കസ്റ്റമറുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും എന്നുള്ളത് നോക്കുക. പിന്നെ കൂടെ ലിങ്ക്ഡിനിൽ ഇപ്പോഴേ നിങ്ങൾ പല സ്വിഗ്ഗിയുടെയൊക്കെ പ്രോബ്ലംസ്, ഒരു ആപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ സൊല്യൂഷൻ ഗൂഗിൾ ജെമിനിയോ ചാറ്റ് GPT വഴി കണ്ടുപിടിച്ചിട്ട് അതിനൊരു പോസ്റ്റായിട്ട് ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്യുക. പല സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു സ്റ്റാർട്ടപ്പിന് ഈ പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ സോൾവ് ചെയ്ത് തരാമെന്ന്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബൈ 2036 നിങ്ങൾ ഈ റീൽ ഇവിടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് ശരിക്കും എനിക്ക് താങ്ക്സ് പറയും. സോ നിങ്ങളുടെ ബിടെക് ബ്രോ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ താഴെ ഡീറ്റെയിൽ വീഡിയോ ഒന്ന് കൊടുക്കുക. ബൈ.